കൊല്ലം ചവറയിൽ വനിതാ ഡോക്ടർക്ക് മർദ്ദനമെന്ന് പരാതി. ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ജാൻസി ജെയിംസിനാണ് ഇന്നലെ രാത്രി മുഖത്തടിയേറ്റത്. രോഗിയോടൊപ്പം എത്തിയ സ്ത്രീയാണ് മർദ്ദിച്ചത് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി എടുത്തിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഒരു കൂട്ടം ആൾക്കാർ, അത് രോഗികളുടെ കൂട്ടിരിപ്പുകാർ തന്നെയാണ്, വന്ന് കാശ് പറ്റില്ല എന്ന് അനാവശ്യമായിട്ട് തട്ടിക്കയറുകയും മുഖത്ത് അടിക്കുകയും രോഗികളെ നോക്കിയില്ല എന്നുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ ഉപദ്രവിക്കുകയും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് അവരോട് സംസാരിച്ച് ഏത് തരത്തിലാണ് പേഷ്യൻറ്റിനെ നോക്കാമെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഗുളിക ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് അവർ കംപ്ലയിൻറ്റ് പറഞ്ഞത്. പക്ഷേ ആ ഗുളികയുടെ പേര് അതിലുണ്ടായിരുന്നു. ഞാൻ ആ പേഷ്യൻറ്റിനോട് സംസാരിച്ചതുമാണ്. പക്ഷേ വഴക്ക് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ബൈസ്റ്റാൻഡർക്ക് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല. അപ്പം അന്നേരം തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി പറയുന്നത് പോലും കേൾക്കാതെ അതിൻ്റെ അച്ഛൻ ഒരുപാട് ബഹളം വെച്ചു. അവരോട് ആ സംഭവം ക്ലിയർ ചെയ്യുന്നതിനിടെ ട്രിപ്പ് ഇട്ട് കിടന്ന പേഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ എന്നോട് വെറുതെ തട്ടിക്കയറിയത്. ഈ ആരാടി അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത്. അത് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ വേണ്ടില്ല, സാമാന്യം ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അപ്പോൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കയറി വന്ന് എൻ്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു. അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു മുഖത്തടിച്ച് മീൻസ് എൻ്റെ ശരീരത്തോട് സംസാരിക്കണമെന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്തതാണ്. കണ്ണൻ നായരുടെ വിവരങ്ങൾ മനസ്സിൽ. കണ്ണൻ, കൊട്ടാരക്കരയിൽ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ എല്ലാം മനസ്സിൽ ഉള്ളതാണ്. അതേസമയം തന്നെ നല്ല രീതിയിൽ രോഗികളെ നോക്കാത്ത ഡോക്ടർമാർക്കും ഒരു പഴുതായി മാറുന്നുണ്ട് ഈ ആശുപത്രി സംരക്ഷണ നിയമമൊക്കെ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഡോക്ടർ പറയുന്നത് ഡോക്ടറെ മർദ്ദിച്ചു, മറ്റു ഡോക്ടർമാരും അക്കാര്യം തന്നെ പറയുന്നു. ഈ രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ പശ്ചാത്തലം എന്താണ്? എന്തായിരുന്നു സംഭവം? എങ്ങനെയാണ് പോലീസിന്റെ ഇടപെടൽ? ഡോക്ടറുടെ പരാതിയിൽ പറയുന്നത് ഇന്നലെ വൈകിട്ട് 10:30 കൂടി അവിടെ 2 രോഗികളുമായി ഒരു കുടുംബത്തിലെ ആൾക്കാരെത്തി. അവരിൽ ഒരു സ്ത്രീയും പുരുഷനും തന്നെയുടെ അസഭ്യം സംസാരിച്ചു, മോശമായി സംസാരിച്ചു, എടി പൊടി എന്ന് വിളിച്ച് സംസാരിച്ചു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഈ ഡോക്ടറുടെ കർണത്തടിച്ചു എന്നാണ് ചവറ SHOയ്ക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ഡോക്ടർ പറയുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ ഈ സംഭവം നടന്ന ശേഷം തന്നെ ചവറ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. ആ സമയത്ത് ചവറ പോലീസ് അവിടെ എത്തി ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഈ ഡോക്ടർ ഉന്നയിക്കുന്നു. ഇപ്പോൾ 2 കൂട്ടരെയും, അതായത് ഈ രോഗിയെയും അതുപോലെ തന്നെ ആ ഡോക്ടറെയും സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. പോലീസ് സ്റ്റേഷനുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. എന്നാൽ ഡോക്ടർ ഇന്ന് രാവിലെ നേരിട്ടെത്തി മൊഴി നൽകിക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നലെ കേസെടുക്കാതിരുന്നത്. നാളെ ഈ 2 കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രോഗിയും കുടുംബവും പരാതി നൽകിയിട്ടുണ്ട്. കാര്യം അവരോട് ഡോക്ടർ മോശമായി സംസാരിക്കുകയായിരുന്നു, തട്ടിക്കയറുകയായിരുന്നു, അല്ലാതെ മർദ്ദനം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മർദ്ദനം എന്നുള്ള രീതിയിലുള്ള പരാതി കള്ളപ്പരാതിയാണ്. ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആ കുടുംബം ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ വേണ്ടിയാണ് നാളെ ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ഒരു സെക്യൂരിറ്റി മാത്രമായിരുന്നു അവിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് സംഭവം ഉണ്ടായത്. ഈ രോഗിയുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുടുംബമല്ല, അല്ലെങ്കിൽ മറ്റ് നേരത്തെ പശ്ചാത്തലം ഉള്ള ഒരു കുടുംബമല്ല. ഒരു പെൺകുട്ടി ആണ് അവിടെ ചികിത്സയ്ക്കായി എത്തിയത്. അപ്പം ആ പെൺകുട്ടിക്കൊപ്പം പെൺകുട്ടിയുടെ രക്ഷിതാക്കളും ആ ഒരു അടുത്ത ബന്ധുവും ഉണ്ടായിരുന്നു. ആ ബന്ധുവായിട്ടുള്ള ആ സ്ത്രീയാണ് മർദ്ദിച്ചതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ കാര്യം വ്യക്തമാകുകയുള്ളൂ. എന്തുതന്നെയായാലും 11 മണിയാകുമ്പോഴേക്കും നാളെ സ്റ്റേഷനിലേക്ക് എത്താനാണ് ഇപ്പോൾ ഇരു കൂട്ടരോടും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.